നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധം 8ാം ദിവസം കടക്കുമ്പോൾ സമാധാനത്തിനും നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം നൽകി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. US, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംഘർഷങ്ങൾ ലോകത്തെ കണ്ണീരിലാഴ്ത്തുമെന്ന് കർദിനാൾ പറഞ്ഞു. US-ഉം ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകത്തെ വെണ്ണീറാക്കുമെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ മുന്നറിയിപ്പ് നൽകി. നിയമത്തിന്റെ ശക്തിക്ക് പകരം ശക്തിയുടെ നിയമം വാഴുന്ന അവസ്ഥയാണിതെന്ന് കർദിനാൾ പറഞ്ഞു. ചില ഭൂഖണ്ഡങ്ങളിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജീവിക്കുന്ന അവകാശമുണ്ടോ എന്നും രാജ്യങ്ങൾ സ്വന്തം താൽപര്യപ്രകാരം യുദ്ധനിയമങ്ങൾ മാറ്റിയെഴുതുന്നതിനെയും കർദിനാൾ രൂക്ഷമായി വിമർശിച്ചു. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവർക്കിടയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ വേർതിരിവില്ലെന്നും ചിലരുടെ മരണം മാത്രം ചർച്ചയാവുകയും സാധാരണക്കാരുടെ മരണം യാദൃശ്ചികമെന്ന് പറഞ്ഞു തള്ളുകയും ചെയ്യുന്നത് വലിയ നീതി നിഷേധമാണ്. സമാധാനം ഉറപ്പാക്കുവാൻ രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭ നിയമാവലികൾ ഇന്ന് വെറും കടലാസുകൾ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് കർദിനാൾ പറഞ്ഞു. അതേസമയം സൈനിക ലാഭത്തിന് വേണ്ടിയാകരുത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമാധാനത്തിന്റെ വഴി ഉപേക്ഷിച്ച് രാജ്യങ്ങൾ യുദ്ധത്തിന്റെ പാത സ്വീകരിക്കുന്നത് വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണെന്ന വത്തിക്കാന്റെ ഈ നിലപാട് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാനെതിരെയുള്ള ട്രംപിന്റെ സൈനിക നീക്കത്തിന് US സെനറ്റിന്റെ പിന്തുണ. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ട് US സെനറ്റിൽ കൊണ്ടുവന്ന ഉഭയകക്ഷി പ്രമേയം പരാജയപ്പെട്ടു. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഒന്നിച്ച് പ്രസിഡന്റിന്റെ പിന്തുണച്ചതാണ് പ്രമേയം തള്ളപ്പെടാൻ കാരണം. ഇതോടെ തടസ്സങ്ങളില്ലാതെ ഇറാനിൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് അനുമതി ലഭിച്ചു. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന സൈനിക നീക്കത്തിന് അമേരിക്കൻ സെനറ്റിന്റെയും പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിക്കപ്പെട്ട ഉഭയകക്ഷി പ്രമേയം സെനറ്റ് വോട്ടിനിട്ട് തള്ളി. ഇതോടെയാണ് തടസ്സങ്ങളില്ലാതെ ഇറാനിൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് അനുമതി ലഭിച്ചത്. 100-അംഗ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 53-നെതിരെ 47 വോട്ടുകൾക്കാണ് പ്രമേയം പരാജയപ്പെട്ടത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ ട്രംപിന്റെ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാടാണ് ഭൂരിഭാഗം അംഗങ്ങളും സ്വീകരിച്ചത്. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും സൈനിക നടപടി അനിവാര്യമാണെന്നുമുള്ള ട്രംപിന്റെ നിലപാട് സെനറ്റ് അംഗീകരിക്കുകയായിരുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 2 പ്രകാരം പെട്ടെന്നുള്ള ഭീഷണി ഉണ്ടാകുമ്പോൾ സ്വയം പ്രതിരോധത്തിനായി മാത്രമേ പ്രസിഡന്റിന് ആക്രമണം നടത്താൻ അധികാരമുള്ളൂ. എന്നാൽ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ്. ട്രംപ് ഈ അധികാരം മറികടന്നു എന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ ആരോപണം. ഇറാന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നുള്ള ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നതിന് ഒരു തെളിവും ഹാജരാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും ഡെമോക്രാറ്റുകൾ ആരോപിച്ചിരുന്നു. പാകിസ്ഥാൻ പൗരന്റെ വെളിപ്പെടുത്തലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ലോക നേതാക്കളെ കൊന്നുതള്ളാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മുൻ US പ്രസിഡന്റ് ജോ ബൈഡനെയും മുൻ UN അംബാസിഡർ നിക്കി ഹേലിയെയും വധിക്കുവാൻ ഇറാൻ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ റിക്രൂട്ട് ചെയ്തതായി വിചാരണയ്ക്കിടെ പാകിസ്ഥാൻ പൗരന്റെ വെളിപ്പെടുത്തലുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ, UN മുൻ അംബാസിഡർ നിക്കി ഹേലി എന്നിവരെ വധിക്കുവാൻ ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ റിക്രൂട്ട് ചെയ്തതായി പാകിസ്ഥാൻ പൗരന്റെ വെളിപ്പെടുത്തൽ. ബ്രൂക്ലിനെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിൽ തീവ്രവാദ കൊലപാതക കുറ്റങ്ങൾക്ക് വിചാരണ നേരിടുന്ന ആസിവ് മർച്ചന്റ് എന്നയാളെയാണ് ഇറാനെതിരെ നിർണായക മൊഴി നൽകിയത്. പദ്ധതി നടപ്പിലാക്കുവാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ബിസിനസിൽ വൻ പരാജയം നേരിട്ട താൻ കുടുംബത്തെ രക്ഷിക്കുവാൻ ഗൂഢാലോചനയിൽ പങ്കുചേരേണ്ടി വന്നുവെന്നും മെർച്ചന്റ് പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. തുടക്കം മുതൽ തന്നെ ഓപ്പറേഷൻ പരാജയപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്നതായും ഇയാൾ കോടതിയിൽ പറഞ്ഞു. അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ വ്യക്തികളെ വധിക്കുക, അതിനായി കൊലയാളികളെ റിക്രൂട്ട് ചെയ്യുക, സെൻസിറ്റീവ് രേഖകൾ മോഷ്ടിക്കുക, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതായിരുന്നു ഇയാൾക്ക് നൽകിയ ചുമതല. ഒരു പ്രത്യേക വ്യക്തിയെ മാത്രം കൊല്ലുവാൻ തനിക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മെർച്ചന്റ് ജൂറിയോട് പറഞ്ഞു. എന്നാൽ ടെഹ്റാനിൽ നടന്ന ഒന്നിലധികം ചർച്ചകളിൽ ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ, സൗത്ത് കരോലിനയുടെ മുൻ ഗവർണറും UN അംബാസിഡറുമായ നിക്കി ഹേലി എന്നിവരുടെ പേരുകൾ തന്റെ ഇറാനിയൻ ഹാൻഡലർ പരാമർശിച്ചതായി മെർച്ചന്റ് വ്യക്തമാക്കി. മേജർ ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുവാൻ വളരെ കാലമായി ശ്രമിച്ചിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് മെർച്ചന്റ് പ്രവർത്തിച്ചിരുന്നതെന്ന് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ ആരോപിച്ചു. 2020 ജനുവരി 3-ന് US ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനി കൊല്ലപ്പെട്ടത്. 2022 അവസാനത്തോടെ ഒരു കസിൻ വഴിയാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം ആരംഭിച്ചതെന്നും മെർച്ചന്റ് വെളിപ്പെടുത്തി. കസിനാണ് മെർഹദാദ് യൂസഫ് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിയത്. മെർഹദാദ് യൂസഫ് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിലെ അംഗമാണെന്നും മെർച്ചന്റ് പറഞ്ഞു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കുവാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹവാല ഇടപാട് ഇറാനിലേക്ക് പണം കൈമാറുന്നതിനായിരുന്നു തുടക്കത്തിലെ ജോലി. എന്നാൽ പിന്നീട് ഏൽപ്പിക്കുന്ന ജോലിയുടെ സ്വഭാവം മാറിയതായും ഇയാൾ പറഞ്ഞു. 2024 ജൂലൈ 12-നാണ് ടെക്സസിലെ റിച്ച്മണ്ടിൽ മെർച്ചന്റ് അറസ്റ്റിലാകുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും പ്രത്യാശയുള്ളതാക്കി മാറ്റാൻ വിശ്വാസത്തിന് കഴിയുമെന്ന് ലിയോ 14 പാപ്പ. സങ്കീർണമായ സാഹചര്യങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൂടെ കാണുന്നത് എങ്ങനെയാണെന്ന്
ലോകത്തെ പഠിപ്പിക്കുവാൻ ചുമതലയുള്ളവരാണ് വിശ്വാസികളെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും പ്രത്യാശയുള്ളതാക്കി മാറ്റാൻ യഥാർത്ഥ വിശ്വാസത്തിന് കഴിയുമെന്ന് ആഹ്വാനം ചെയ്ത് ലയോ 14 പാപ്പ തൊഴിലാളികൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന റോമിലെ ക്വാർട്ടിച്ചിയോളോ മേഖലയിലെ സ്വർഗാരോഹിതനായ മിശിഹായുടെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയം സന്ദർശിക്കുകയായിരുന്നു പാപ്പ. സങ്കീർണമായ സാഹചര്യങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കൂടെ കാണുന്നത് എങ്ങനെയാണെന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ ചുമതലയുള്ളവരാണ് വിശ്വാസികളെന്ന് പാപ്പ പറഞ്ഞു. പങ്കുവെക്കുന്നതിലൂടെയും ക്രിയാത്മകതയിലൂടെയും ഊർജ്ജസ്വലതയിലൂടെയും ഒരു പ്രദേശം നേരിടുന്ന മുറിവുകളിൽ മരുന്ന് പുരട്ടുന്നവരാണ് വിശ്വാസികളെന്നും അപൂർണമായ ഒരുപാട് കാര്യങ്ങൾക്ക് മുൻപിൽ നിരാശരും സംശയിക്കുന്നവരുമായി മാറുക സ്വാഭാവിക കാര്യമാണ്. എന്നാൽ തിന്മയ്ക്ക് മുൻപിൽ പതരാതെ നാം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ദൈവത്തെ അനുഭവവേദ്യമാക്കിക്കൊണ്ട് ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നും പാപ്പ വ്യക്തമാക്കി. ജീവിതം യേശുവിനെ വിശ്വസിച്ചും ആശ്രയിച്ചും മുന്നേറേണ്ട ഒരു യാത്രയാണ്. അനിശ്ചിതത്വം നിറഞ്ഞ മേഖലകളിൽ നിന്ന് ഓടിയൊളിക്കുവാൻ പ്രലോഭനം ഉണ്ടാകാമെങ്കിലും ആ അരക്ഷിതാവസ്ഥയുടെ നടുവിലാണ് അപ്രതീക്ഷിതമായ വലിയ കാര്യങ്ങൾ ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സുവിശേഷം സൂചിപ്പിക്കുന്ന വയലിലെ ഒളിപ്പിച്ചിരിക്കുന്ന വിലയേറിയ രത്നം കണ്ടെത്താനുള്ള അവസരം നമുക്ക് നഷ്ടമാകുന്നു. കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് മാഫിയകളും വെല്ലുവിളി ഉയർത്തുന്ന ക്വാർട്ടിച്ചിയോളോ പ്രദേശത്തെ ക്രൈസ്തവർ പ്രത്യാശയുടെ അടയാളമാണെന്ന് പാപ്പ തുടർന്നു. വിശ്വാസത്തിന്റെ യാത്ര ആരംഭിക്കുകയും ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളുടെ റിസ്ക് ഏറ്റെടുത്ത് സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മിൽ നിന്ന് മാറിപ്പോവുകയും ആർക്കും മോഷ്ടിക്കാൻ പറ്റാത്ത സമ്പാദ്യം വളരുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും. ജീവൻ നൽകുന്നതിനായി ജീവിക്കുന്നതിനേക്കാൾ വേറെ വലിയ നിധിയില്ലെന്ന് ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായും പാപ്പ വ്യക്തമാക്കി. നോമ്പുകാലത്ത് റോമരൂപതയിലെ വിവിധ ഇടവകകളിൽ നടത്തിവരുന്ന സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു പാപ്പയുടെ ഈ സന്ദർശനം. മയക്കുമരുന്നിന് അടിമകളായവരുടെ മാതാപിതാക്കൾ, രോഗികൾ, വയോധികർ എന്നിവരുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. മാർച്ച് മാസത്തിലേക്കുള്ള പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗം പുറത്തുവിട്ട് വത്തിക്കാൻ. നിരായുധീകരണത്തിനും സമാധാനത്തിനും വേണ്ടിയായിരിക്കും ഈ മാസത്തിലെ പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗം. മാർച്ച് മാസത്തിലെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം പുറത്തുവിട്ട് വത്തിക്കാൻ. നിരായുധീകരണത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഈ മാസത്തിലെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം. ലോക സമാധാനത്തിനായി തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ ക്ഷണിച്ചിരിക്കുകയാണ് ലയോ 14 മാർപ്പാപ്പ. കൂടാതെ ആണവ ഭീഷണി ഇനിയൊരിക്കലും മനുഷ്യരാശിയുടെ ഭാവിയെ നിയന്ത്രിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും വത്തിക്കാൻ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു. കർത്താവ് ഓരോ മനുഷ്യനെയും തന്റെ ഛായയിലും സാദൃശ്യത്തിലും രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും അവൻ നമ്മെ യുദ്ധത്തിനു വേണ്ടിയല്ല കൂട്ടായ്മയ്ക്കും സഹോദര്യത്തിനും വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലയോ മാർപ്പാപ്പ തന്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. 4 മിനിറ്റിലധികമുള്ള പാപ്പയുടെ നിയോഗ പ്രാർത്ഥനയുടെ വീഡിയോയിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ അഭിവാദ്യം ചെയ്ത അങ്ങ് ചരിത്രത്തിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്നും പാപ്പ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോക സമാധാനത്തിനായുള്ള നമ്മുടെ പ്രാർത്ഥന ഉയർത്തുന്നു. രാഷ്ട്രങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാത തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും പാപ്പ പറഞ്ഞു. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പ്, നീരസം, നിസ്സംഗത എന്നിവയെ നിരായുധീകരിക്കാൻ നമ്മെ സഹായിക്കണമെന്നും പാപ്പ കർത്താവിനോട് അപേക്ഷിച്ചു. അങ്ങനെ നമുക്ക് അനുരഞ്ജനത്തിന്റെ ഉപകരണങ്ങളായി മാറാം. ഭയത്താൽ പ്രചോദിതമായ നിയന്ത്രണത്തിൽ നിന്നല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം, നീതി, ഐക്യദാർഢ്യം എന്നിവയിൽ നിന്നാണ് യഥാർത്ഥ സുരക്ഷ വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്നും പരിശുദ്ധ പിതാവ് ഊന്നി പറഞ്ഞു. ആണവ ഭീഷണി ഇനി ഒരിക്കലും മനുഷ്യരാശിയുടെ ഭാവിയെ നിർണയിക്കാതിരിക്കട്ടെ. മരണ പദ്ധതികൾ ഉപേക്ഷിക്കാനും ആയുധ മത്സരം നിർത്താനും ഏറ്റവും ദുർബലരായവരുടെ ജീവിതങ്ങളെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കാനും അവർക്ക് ധൈര്യം ലഭിക്കാൻ വേണ്ടി രാഷ്ട്രങ്ങളുടെ നേതാക്കളെ കർത്താവ് പ്രബുദ്ധരാക്കട്ടെ എന്നും പാപ്പ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും നഗരങ്ങളിലും ഹൃദയങ്ങളിലും ദൈനംദിന സമാധാനത്തിന്റെ വിശ്വസ്തരും സൃഷ്ടിപരവുമായ നിർമ്മാതാക്കളായി പരിശുദ്ധാത്മാവ് നമ്മെ മാറ്റട്ടെ എന്നും എല്ലാ ദയുള്ള വാക്കുകളും, അനുരഞ്ജനത്തിനുള്ള ഓരോ ആംഗ്യവും, സംഭാഷണത്തിലുള്ള ഓരോ തിരഞ്ഞെടുപ്പും ഒരു പുതിയ ലോകത്തിന്റെ വിത്തുകളാകട്ടെ എന്നും ലയോ 14 മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകൾ സൗജന്യമായി ലഭിക്കുന്ന വീഡിയോ വിജറ്റ് ഉപയോഗിക്കാൻ ആഹ്വാനമേകി ലിയോ 14 പാപ്പ. വാർത്തകൾ കൃത്യമായും വേഗത്തിലും ലഭ്യമാക്കുന്ന സാധ്യതയാണ് ഇതുവഴി ഒരുക്കിയിട്ടുള്ളത്. സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു ഉപകരണമാണ് ഈ വിജറ്റ് എന്ന് ലോകമെമ്പാടുമുള്ള മെത്രാൻമാർക്ക് എഴുതിയ സന്ദേശത്തിൽ മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ഉടൻ ലഭ്യമാക്കുന്ന വിധത്തിൽ വാർത്താവിനിമയ കാര്യാലയങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി തയ്യാറാക്കിയ വീഡിയോ വിജറ്റ് രൂപതകളുടെയും ഇടവകകളുടെയും ഉൾപ്പെടെ എല്ലാ കത്തോലിക്ക സഭാ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളിൽ കൂട്ടിച്ചേർക്കാൻ ആഹ്വാനം ചെയ്ത് ലയോ 14 പാപ്പ. പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും 56 ഭാഷകളിൽ ലഭ്യമാക്കുന്ന വത്തിക്കാൻ ന്യൂസ്, വത്തിക്കാൻ റേഡിയോ തയ്യാറാക്കിയ പ്രത്യേക വിജറ്റ് സൗജന്യമായി ഉപയോഗിക്കാനും അതുവഴി ആളുകൾക്ക് വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകൾ കൃത്യമായും വേഗത്തിലും
ലഭ്യമാക്കുവാനുള്ള സാധ്യതയാണ് ഇതുവഴി ഒരുക്കിയിട്ടുള്ളത്. വത്തിക്കാൻ ന്യൂസിന്റെ പുതിയ ഉപകരണം സുവിശേഷവൽക്കരണത്തിന്റെ ഒരു മാർഗമാണെന്ന് ലോകമെങ്ങുമുള്ള മെത്രാന്മാർക്കായി താൻ ഒപ്പിട്ടയച്ച ഒരു ചെറു സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് വിശേഷിപ്പിക്കുന്നു. റോം വിവിധ രാജ്യങ്ങളിലെ സഭയും തമ്മിലുള്ള ആശയ കൈമാറ്റത്തിന്റെ ഒരു ശൃംഖല സൃഷ്ടിക്കുവാനുള്ള ഒരു വഴിയാണ് ഇതുവഴി ഒരുങ്ങുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു. ഇടവകകൾക്കും സമൂഹങ്ങൾക്കും പ്രാഥമിക ഉറവിടത്തിൽ നിന്നും ഉടനടി വിവരങ്ങൾ ലഭ്യമാക്കുവാനുള്ള ഒരു വഴിയാണ് ഈ വിജറ്റ് എന്നും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കി. രൂപതകൾക്കും ഇടവകകൾക്കും കത്തോലിക്ക അസോസിയേഷനുകൾക്കും സംഘടനകൾക്കും വത്തിക്കാൻ ന്യൂസ് ഒരുക്കിയിരിക്കുന്ന വിജറ്റ് തങ്ങളുടെ വെബ്സൈറ്റിൽ കൂട്ടിച്ചേർക്കാനും അതുവഴി പരിശുദ്ധ പിതാവിനെയും വത്തിക്കാനെയും കുറിച്ചുള്ള വീഡിയോകളും വാർത്തകളും സൗജന്യമായി ഏവർക്കും ലഭ്യമാക്കുവാനുമുള്ള സാധ്യതയാണ് ഈ സംരംഭത്തിലൂടെ പരിശുദ്ധ സിംഹാസനം മുന്നോട്ട് വയ്ക്കുന്നത്. കപട വ്യാജ വാർത്തകൾ ധാരാളമായി സൃഷ്ടിക്കപ്പെടുന്ന ഇക്കാലത്ത് അവയെ നേരിടാനുള്ള ഒരു മാർഗം കൂടിയാണ് പ്രാഥമിക ഉറവിടത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഈ വീഡിയോ വിജറ്റ് എന്ന് ഡിക്കാസ്ട്രിയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ആൻഡ്രയ തോർണിനെല്ലി അഭിപ്രായപ്പെട്ടു. ക്രൈസ്തവ സമൂഹമാണ് ലോകത്തിൽ ഇന്നും ഏറ്റവും അധികം പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരയാകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറോ ബാലസ്ട്രേറോ ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സമൂഹമാണ് ലോകത്തിൽ ഇന്നും ഏറ്റവും അധികം പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരയാകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറ ബലാസ്ട്രോ ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 മാത്രം ലോകമെമ്പാടുമായി ഏകദേശം 5000 ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടു. അതായത് പ്രതിദിനം ശരാശരി 13 പേർ വീതം രക്തസാക്ഷിത്വം വരിക്കുന്നു. ലോകമെമ്പാടുമുള്ള 40 കോടിയോളം ക്രൈസ്തവർ നിലവിൽ പീഡനങ്ങളോ അക്രമങ്ങളോ വിവേചനങ്ങളോ നേരിടുന്നുണ്ട്. ഇത് ലോകത്തിലെ മറ്റേതൊരു വിഭാഗത്തെക്കാളും കൂടുതലാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. മതസ്വാതന്ത്ര്യം എന്നത് ഗവൺമെന്റുകൾ നൽകുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച് അത് ഓരോ മനുഷ്യന്റെയും മൗലിക അവകാശമാണ്. പല രാജ്യങ്ങളിലും ഈ അവകാശം ഹനിക്കപ്പെടുന്നത് അത്യന്തം അപകടകരമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവർ വിവേചനം നേരിടുന്നുണ്ട്, ആർച്ച് ബിഷപ്പ് എത്തോറ പറഞ്ഞു. അതേസമയം വിശ്വാസത്തിന്റെ പേരിൽ പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയെ അദ്ദേഹം മാന്യമായ പീഡനമെന്ന് വിശേഷിപ്പിച്ചു. പൗരന്മാരുടെ മതസ്വാതന്ത്ര്യവും ജീവനും സംരക്ഷിക്കുവാൻ ഓരോ രാഷ്ട്രത്തിനും ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തീവ്രവാദവും ഏകാധിപത്യ ഭരണകൂടങ്ങളും മതസ്വാതന്ത്ര്യത്തിന് വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാഖിലെ എർബിൽ അതിരൂപതയുടെ സ്ഥാപനത്തിന് നേരെ റോക്കറ്റ് ഡ്രോൺ ആക്രമണത്തിൽ കെട്ടിടത്തിലെ ചാപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. സമീപമുള്ള കൽദായൻ ഡോട്ടേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കോൺവെന്റിനും കേടുപാടുകളുണ്ട്. ആർക്കും പരിക്കേൽക്കാത്തതിൽ നന്ദി രേഖപ്പെടുത്തിയും പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചും പ്രാദേശിക സഭാ നേതൃത്വം. വടക്കൻ ഇറാഖിലെ എർബിൽ നഗരത്തിലെ ക്രിസ്ത്യൻ പട്ടണമായ അങ്കാവിൽ ഒരു റോക്കറ്റും ഡ്രോണും പതിച്ചതായി എർബിലെ കൽദായ അതിരൂപത അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നൈറ്റ്സ് ഓഫ് കൊളംബസ് നിർമ്മിച്ച അതിരൂപതയുടെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്നു. എർബിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കെട്ടിടം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒഴിപ്പിച്ചിരുന്നുവെന്ന് അതിരൂപത പ്രസ്താവനയിൽ പറഞ്ഞു. അതിനാൽ ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാനിയൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 60 മുതൽ 90 മൈൽ വരെ പടിഞ്ഞാറുള്ള ഈ പ്രദേശത്ത് നേരത്തെയുണ്ടായ ആക്രമണത്തിൽ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെയും അതിരൂപതയിലെ തൊഴിലാളികളെയും ഈ കെട്ടിടത്തിൽ പാർപ്പിച്ചിരുന്നു. താമസക്കാർ ഉപയോഗിച്ചിരുന്ന സമൂഹ പ്രാർത്ഥനാ സ്ഥലങ്ങളും ഈ സമുച്ചയത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് അതിരൂപത അറിയിച്ചു. ആക്രമണത്തിൽ ചാപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിലെ ജനങ്ങളുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എർബിൻ കത്തോലിക്ക അതിരൂപത അഭ്യർത്ഥിച്ചു. വൈകുന്നേരം മുഴുവൻ ഒരു മിസൈലും ഒരു ഡ്രോണും 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വീഴുന്ന ആക്രമണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. മാർച്ച് 4 പ്രാദേശിക സമയം രാത്രി 8 മണിയോടെയാണ് ആക്രമണം നടന്നതെന്ന് അതിരൂപത അറിയിച്ചു. നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ സ്ഥാപകനായ വാഴ്ത്തപ്പെട്ട മൈക്കിൾ മാക്മിനിയുടെ പേരിലുള്ള ഈ കെട്ടിടം 2014 മുതൽ 2018 വരെ യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട ക്രിസ്ത്യൻ അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായി നൈറ്റ്സ് പൂർണ്ണമായും സമർപ്പിച്ച ഒന്നാണ്. ആക്രമണത്തിൽ സമീപത്തുള്ള കൽദായ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിന്റെ ഒരു കോൺവെന്റിനും കേടുപാടുകൾ സംഭവിച്ചു. ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ഐക്യദാർഢ്യത്തിനും പിന്തുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും ഈ കാലം അവസാനിക്കട്ടെ എന്നും ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം ലഭിക്കട്ടെ എന്നും എർബിലെ ആർച്ച് ബിഷപ്പ് ബഷർ വാർദ പ്രസ്താവനയിൽ പറഞ്ഞു. സമാധാനത്തിനായി പ്രാർത്ഥിക്കാനും സമാധാനത്തിനായി പ്രവർത്തിക്കാനും നമ്മയെല്ലാം ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നുവെന്ന് എർബിയൻ കത്തോലിക്ക അതിരൂപതയെ അറിയിച്ചു. 1944 അർജന്റീനയെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ യേശുക്രിസ്തുവിന്റെ തിരുക്കുരിശിന്റെ തിരുശേഷിപ്പുകൾ 8 പതിറ്റാണ്ടുകൾക്ക് ശേഷം അർജന്റീനയിലെ സാൻ ജുവാൻ അതിരൂപത വീണ്ടെടുത്തു. ചരിത്രപരമായി കണ്ടെത്തൽ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്.
1944 വിനാശകരമായ ഭൂകമ്പത്തിൽ നഷ്ടപ്പെട്ട യേശുക്രിസ്തുവിന്റെ തിരുകുരിശിന്റെ തിരുശേഷിപ്പുകൾ 8 പതിറ്റാണ്ടുകൾക്ക് ശേഷം അർജന്റീനയിലെ സാൻ ജുവാൻ അതിരൂപത വീണ്ടെടുത്തു. 1944 ജനുവരി 15-നുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ സാൻ ജുവാൻ നഗരം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു. അന്ന് തകർന്നു വീണ കത്തീഡ്രൽ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ വിശുദ്ധ തിരുശേഷിപ്പുകൾ നഷ്ടപ്പെട്ടതായാണ് കരുതിയിരുന്നത്. അതിരൂപതയുടെ ആർക്കൈവ്സിൽ നടത്തിയ വിശദമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് ഈ വിലപ്പെട്ട നിധി കണ്ടെത്തിയത്. ഭൂകമ്പത്തിനു ശേഷം സുരക്ഷിതമായി എവിടെയോ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഈ തിരുശേഷിപ്പുകൾ പതിയെ വിസ്മൃതിയിലാവുകയായിരുന്നു. യേശുവിനെ ക്രൂശിച്ച യഥാർത്ഥ കുരിശിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ തിരുശേഷിപ്പിലുള്ളത്. വത്തിക്കാനിൽ നിന്നുള്ള ആധികാരിക രേഖകൾ ഇതിന്റെ സത്യാവസ്ഥ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ട തിരുശേഷിപ്പ് വിശുദ്ധ വാരത്തിൽ വിശ്വാസികൾക്ക് വണങ്ങുവാനായി സാൻ ജുവാൻ കത്തീഡ്രലിൽ പൊതുദർശനത്തിന് വെക്കുമെന്ന് ആർച്ച് ബിഷപ്പ് ജോർജ് ലോസാനോ അറിയിച്ചു. 2027 ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ നടക്കാനിരിക്കുന്ന ആഗോള യുവജന സംഗമത്തിനായി ഏഷ്യയിലുടനീളമുള്ള കത്തോലിക്ക വിശ്വാസികൾ സജീവമായ ആത്മീയ പ്രായോഗിക ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏഷ്യയിൽ നടക്കുന്ന 2ാമത്തെ ആഗോള യുവജന സംഗമത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് സഭാ നേതൃത്വം കാണുന്നത്. 2027 ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ നടക്കാനിരിക്കുന്ന ആഗോള യുവജന സംഗമത്തിനായി ഏഷ്യയിലുടനീളമുള്ള കത്തോലിക്ക വിശ്വാസികൾ സജീവമായ ആത്മീയ പ്രായോഗിക ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏഷ്യയിൽ നടക്കുന്ന 2ാമത്തെ ആഗോള കത്തോലിക്ക യുവജന സംഗമത്തെ അതീവ താൽപര്യത്തോടെയും പ്രാധാന്യത്തോടെയുമാണ് സഭാ നേതൃത്വം ആകമാനം ഉറ്റുനോക്കുന്നത്. കേവലം ഒരു ആഘോഷം എന്നതിലുപരി യുവാക്കളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനുള്ള അവസരമായും ഈ യുവജന സമ്മേളനത്തെ നോക്കി കാണുന്നുണ്ട്. കൊറിയയിലെയും മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലെയും രൂപതകളിൽ യുവജനങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥനാ സംഗമങ്ങളും കത്തോലിക്ക പ്രബോധന ക്ലാസുകളും ആരംഭിച്ചു കഴിഞ്ഞു. ദശലക്ഷക്കണക്കിന് യുവാക്കളെ സ്വീകരിക്കുന്നതിനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ദക്ഷിണ കൊറിയൻ ഗവൺമെന്റിന്റെ സഹകരണത്തോടെ സഭ ഒരുക്കിയിരിക്കുന്നത്. താമസം, ഗതാഗതം, സുരക്ഷ എന്നിവയ്ക്കായുള്ള പ്രാഥമിക പ്ലാനുകൾ സിയോൾ അതിരൂപത തയ്യാറാക്കി കഴിഞ്ഞു. 1995 ഫിലിപ്പീൻസിന് ശേഷം ആദ്യമായാണ് ഒരു ഏഷ്യൻ രാജ്യം ലോക യുവജന സംഗമത്തിന് വേദിയാകുന്നത്. ഇത് ഏഷ്യയിലെ സഭയുടെ വളർച്ചയുടെയും ചൈതന്യത്തിന്റെയും അടയാളമാണെന്ന് സഭ അധികൃതർ വിലയിരുത്തുന്നു. അതേസമയം യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ മാർപ്പാപ്പ കൊറിയയിലെത്തുമെന്ന് യുവാക്കൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വിഭജിക്കപ്പെട്ട കൊറിയൻ ഉപദ്വീപിൽ സമാധാനത്തിന്റെയും മനോരഞ്ജനത്തിന്റെയും സന്ദേശം നൽകുക എന്നതും ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിന് പുതിയ ഊർജ്ജം നൽകുവാൻ ഈ ആഗോള സംഗമം സഹായിക്കുമെന്ന് വത്തിക്കാൻ പ്രത്യാശിക്കുന്നു. ഷെക്കിൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.